ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു ട്രാവൽ ഫുഡി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എവിടെയോ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. എന്നത്തെയും പോലെ ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. നമ്മൾ പഴയ പോലെ തന്നെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളതാണ് വലിയ ട്വിസ്റ്റ്. ഞാനിപ്പോൾ ഏതോ ഒരു ഗ്രാമത്തിൻ്റെ അകത്താണ്. ഗ്രാമമല്ല, ഏതോ ഒരു സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്നൊക്കെ കയറിയാൽ ഒരുപാട് അകത്തോട്ട് വന്നിട്ടുണ്ട്. സ്ഥലം ഏതാണെന്ന് എനിക്കറിയാം, പക്ഷേ വന്ന വഴി ഏതാണെന്ന് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ബൈക്ക് ഹീറോയുടെ ഒരു മുതലാണ്. കാണുമ്പോൾ അറിയാം. ഇതിനെ പറ്റിയുള്ള പ്രതാപങ്ങളൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓഫ് റോഡ് ഉണ്ടോയെന്ന് അറിയില്ല, പോയി നോക്കണം. സ്ഥലം എവിടെയാണെന്ന് അറിയില്ല, അതും നോക്കണം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഏതോ ഒരു സ്ഥലത്ത് ഞാൻ വന്ന് പെട്ട് നിൽക്കുക. അപ്പം ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അവിടുന്ന് 2 വഴി പോകുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. സോ നമുക്ക് നോക്കാം. ഓക്കെ, ബൈക്ക് എടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ? ഓക്കെ, ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നിട്ടുള്ള വണ്ടിയാണ്, പുതിയ മോഡലാണ്. ഇതിനിപ്പം സെൽഫൊക്കെ ഉണ്ട് കേട്ടോ. തോട്ടിപ്പോവല്ലേ, ആളൊരു ഭീകരനാണ് എന്നുള്ളതാണ് സത്യം. ബാക്കിലോട്ട് വാ. അപ്പോൾ കഴിഞ്ഞ പറയാം. ഓക്കെ, നമുക്ക് പോവാം. വഴി കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ പോയി നോക്കാം. ഓക്കെ, ഫൈനലി നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. സൗണ്ടിന് ചെറിയ പ്രശ്നം കാണും, പനിയാണ്, ക്ഷമിക്കുക. ഓക്കെ, ബൈക്ക് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. വഴികളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം വഴികൾ ഞാൻ വന്ന വഴി ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ നല്ല വഴിയല്ല ഞാൻ ഒരിക്കലും വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാപ്പിൽ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. കണ്ടല്ലോ, ഇത് ഫുള്ളും എണ്ണപ്പനകളാണ്. ഓക്കെ, ഇതൊരു വലിയ ഹ്യൂജ് ഓഫ് സ്ഥലത്തും ഫുള്ളും എണ്ണപ്പന വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടൊരു വഴി, അതും ചെറിയൊരു വഴി, അത് ഫുള്ളും അത്യാവശ്യം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ ഇവിടേക്കൊക്കെ ചെറിയ പാഴ്ചകളൊക്കെ ഉണ്ട്. സോ കുഴപ്പമില്ല. ബൈക്ക് വിട്ടിരിപ്പുണ്ട്. നമ്മൾ അന്ന് പോയ ഒരു കുടുക്കത്തുപാറ അവിടെ കാണാൻ പറ്റും. ആ ഭാഗത്തായിട്ടാണ് ഞാൻ വന്നത്, ഇപ്പുറത്തെ ഭാഗത്തു നിന്നും. അപ്പോൾ വഴിയൊക്കെ നിങ്ങൾ മാപ്പിൽ നോക്കുക. ഞാൻ വന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ വെറുതെ കാണിച്ച് സമയം കളയണ്ടല്ലോ എന്നുള്ളൊരു കാര്യം കൊണ്ട് അത് കാണിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരാഗ്രഹമുണ്ട്. ഇൻട്രോ ഇവിടെ വെച്ച് ഒന്നുകൂടെ പറയണം. അത് വേണം. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് നല്ലൊരു ബൈക്ക് പിടിച്ചിരിക്കുമ്പോൾ ആ ഇൻട്രോ പറയാതെ പറ്റില്ല. അപ്പോൾ വെൽക്കം ബാക്ക് ടു ട്രാവൽ ഫോഡി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വാട്ടർഫാളാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വഴികൾ എങ്ങനെയാണെന്നും
പോകുന്ന സ്ഥലം എങ്ങനെയാണെന്നും എല്ലാം നമുക്കിനി കണ്ടറിയാം. സോ ഹീറോയുടെ ഒരു ബൈക്കുണ്ട്, ഞാനുണ്ട്, പിന്നെ നിങ്ങളുമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ പറയണോ? പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ എഴുതി അറിയിക്കാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയതിന് ശേഷം ആ സ്ഥലത്തിനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഓക്കെ, നമുക്ക് പോകാം. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ഈ വഴി കുറേ പോകണം. ഞാൻ നേരത്തെ വന്നതാണ്, വഴി കറക്റ്റ് അറിയില്ല, പക്ഷെ നമുക്ക് പോകാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നില്ല. സത്യം, നല്ല സമാധാനമുണ്ട്. നമുക്ക് വേണ്ടതും എപ്പോഴും അത് തന്നെയാണ്. ആ സമാധാനമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. ടെൻഷൻ അടിച്ച് എപ്പോഴും നടക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. എന്ത് വലിയ പ്രശ്നമായാലും ഇതുപോലെ കാം ആൻഡ് കൂളായിട്ട് നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് പോകാം. പറഞ്ഞു നിന്നാൽ വീണ്ടും നമ്മളിവിടെ നിന്ന് പോകും. കാണാം, പോകുന്ന ഓരോ സ്ഥലവും കാണാം, ആംബിയൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. നല്ല മഴക്കാറുണ്ട്. സോ പോവാം. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിവിടുന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. വഴി കാണിക്കാനും അല്ലെങ്കിൽ വഴി അറിയാവുന്ന ഒരാളെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഓക്കെ, പുള്ളി അപ്പോൾ ഇവിടെ ഉണ്ട്. അവിടെ കുറച്ച് ഗ്യാങ്ങായിട്ട് എന്തോ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. സോ അവനെയും കൊണ്ടുപോകാം. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ,
ഓക്കെ. അപ്പോൾ വീഡിയോയ്ക്ക് സ്റ്റെബിലൈസേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, കാരണം സ്റ്റിക്കിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫൈനലി നമ്മൾ ഒരു കാട് ആംബിയൻസിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. പക്ഷേ എല്ലാ വട്ടവും പറ്റുന്ന പോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച കണക്കല്ല. ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ ആരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഭാഗത്തോട്ട് ഇരിക്കുന്നത്. മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടില്ല, ഉടനെ പോകും. അവിടുത്തെ അവരൊന്നും മാറിക്കോട്ടെ, നമ്മൾ പോയിട്ട് നൈസായിട്ട് വീഡിയോ എടുക്കും. സോ നിങ്ങളിത് കണ്ടുപോക്കും. ഓക്കെ, ഒന്നും പറയില്ല, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നോക്കിയൊക്കെ പോയില്ലെങ്കിൽ വെള്ളത്തിൽ പോകും. എപ്പോഴും പറയുന്ന പോലെ തന്നെ സൂക്ഷിച്ചൊക്കെ പോവുക എവിടെ പോയാലും. ഫുള്ളൊരു കാട് ആംബിയൻസിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കൊള്ളാം. ഇവിടുന്ന് മുള്ള് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം സൂക്ഷിച്ചൊക്കെ പോയില്ലെങ്കിൽ സീൻ. അത് മുള്ളാണ്, എൻ്റെ കൈ ഇപ്പം തലവിക്ക് മുറിഞ്ഞിട്ടുണ്ട് ഒരു മുള്ളു കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ബാക്കി വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടില്ല, പോവാം, പെരിയെ പോവാം. അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ആളൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് പോവാം. ഓൾമോസ്റ്റ് സ്ഥലമെത്തി. നിങ്ങൾ മുന്നിലുള്ള ചെടികളാണ്, നോക്കിപ്പോണം. ഓക്കെ, ഇവിടെ അത്യാവശ്യം മദ്യപാനവും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നമ്മുടെ പ്രശ്നമല്ല, നമുക്കത് വിടാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഓക്കെ, ഫൈനലി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഫേമസ് ആവാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. പക്ഷേ അങ്ങനെ ആരും അറിയാത്തൊരു സ്ഥലവും കൂടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ഒരു പ്രശ്നവുമില്ല, സമാധാനത്തോടെ ഇവിടെ ഇരിക്കാം. ഒരു മ്യൂസിക്കൊക്കെ കിട്ടുക, അത്യാവശ്യം അടിപൊളിയായിട്ട് വന്ന് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ടൊക്കെ പോകാം. പിന്നെ ചാടുമ്പോഴും വെള്ളത്തിലിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കുക, തലയൊന്നും പോയി ഇടിക്കരുത്. പിന്നെ ഇവിടെ ബിയർ ബോട്ടിലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിടുന്ന പരിപാടിയുണ്ട്, അതൊക്കെ നോക്കാം. മരം കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. ഓക്കെ, ഓക്കെ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട്. കാലൊക്കെ ഒന്ന് നനച്ചു. കൊള്ളാം, എല്ലാവരും പോയി. നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വെറുതെ വീട്ടിലിരിക്കുന്നവരും സ്ഥിരം ജോലിക്ക് പോകുന്നവരും അങ്ങനെ മുതിർന്നവരായിട്ടുള്ളവരും പിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ജീവിതം അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നൊരു സാധനം എപ്പോൾ വേണമെങ്കിലും പോകാവുന്നൊരു കാര്യമാണ്. സോ നമ്മൾ ജനിച്ചതിന് ശേഷം ഇതുപോലുള്ള ഒരു കാര്യങ്ങളൊന്നും കാണാതെ പോകരുത് ഒരിക്കലും. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് പ്രകൃതി ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളിതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. സോ ഇത്രയും നേരവും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.
ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നവരെ സൈനിങ് പറയാനായിട്ടില്ല. എനിക്ക് ആ പാട്ട് കേൾക്കണം. ആ ഒരു പാട്ട് കൂടെ കേൾക്കാതെ ഒരിക്കലും ഇത് കംപ്ലീറ്റ് ആവില്ല. ശരിക്കും ആ ഒരു പാട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടും. സോ ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ പോവാണ്. പറഞ്ഞ പോലെ ജീവിതം ഇതിനൊക്കെയുള്ളതാണ്. ഒരു മെഷീൻ ലൈഫ് മാത്രം നോക്കിയാൽ പോരാ, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ എപ്പോഴും നോക്കണം എന്നുള്ളതാണ് മറ്റൊരു സത്യം. സോ ഞാൻ എന്തായാലും ആ ഒരു പാട്ട് കേൾക്കാൻ പോവാണ്. ആ ഒരു പാട്ട് ഇടാതെ അല്ലെങ്കിൽ ആ ഒരു പാട്ട് കേൾക്കാതെ ഇതേപോലൊരു സ്ഥലത്ത് വന്നിട്ട് എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു കംപ്ലീറ്റ്നെസ് കിട്ടത്തില്ല. സോ ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നവരെ സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്രാവൽ ഫോഡി. ബൈ.